ഇതാണ് NH44 റോഡ് അവസാനിക്കുന്ന സ്ഥലം. ഇതാണ് കന്യാകുമാരി മുതൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു നാഷണൽ ഹൈവേ ആണിത്. അത് കന്യാകുമാരിയിൽ അവസാനിക്കുന്നത് ഇവിടെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കന്യാകുമാരിയിലുള്ളത്. കന്യാകുമാരിയിലെ കോവളം കന്യാകുമാരി ബീച്ചാണിത്. മെയിൻ ബീച്ച് എന്ന് പറയുന്നത് കന്യാകുമാരി മറ്റേ വിവേകാനന്ദ റോക്കൊക്കെ ഉള്ള സ്ഥലമാണ്. അതിനടുത്ത് മറ്റേ ത്രിവേണി സംഗമമുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കന്യാകുമാരി ബീച്ച്. ഇത് കുറച്ച് ഒരു 1-2 കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു ചെറിയൊരു ബീച്ചാണ്. ഇതിന് കന്യാകുമാരി ബീച്ച് എന്ന് പറയും. ആ സൈഡാണ്, ആ കാണുന്നതാണ് കന്യാകുമാരി ബീച്ച്. എല്ലാം കന്യാകുമാരി ബീച്ചിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ് ബീച്ച് സൈഡിലേക്ക്. നേരെ കുറച്ച് പുറകിൽ പാറകളൊക്കെ കാണാം. ഇത് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഇങ്ങനെ കുറച്ച് കടത്തീരങ്ങളേ ഉള്ളൂ. നമുക്ക് ബീച്ച് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരാം. വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കോവളം ബീച്ചിൽ തന്നെയുള്ളത്. ഇത് തന്നെയാണ് സൺസെറ്റ് വ്യൂ പോയിന്റ്. സൺസെറ്റൊക്കെ നടക്കുന്ന പോയിന്റ് കണ്ടാൽ ഇപ്പോൾ സൂര്യൻ ഇങ്ങതാ ഒക്കെ ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് സൗത്ത് എൻഡ് പോയിന്റ് എന്ന് പറയുക. ഇന്ത്യയുടെ ഏറ്റവും എൻഡ് പോയിന്റ്. ഇതിനുശേഷം കടലാണ്. കണ്ടാൽ തിരികെ അതാണ് ഈ ബീച്ച്. മെയിനായിട്ടുള്ള വിവേകാനന്ദ റോക്കൊക്കെ ആ സൈഡാണ്. അതിനൊരു ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട ഈ വഴിയില്ലേ, ഈ വഴി നേരെ നമുക്ക് പാരലൽ റോഡാണ്. ബീച്ച് ആസ്വദിച്ച് പോവാം. ഞാൻ നടന്നിട്ടൊക്കെ പോയിട്ട് വരാം. വലിയൊരു റോക്ക് ഉണ്ടാവും. ഇപ്പോൾ സമയം ഇപ്പം 5 മണിയായി. ഒരു 6:30 ആകുമ്പോഴാണ് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം. നമുക്ക് പോയിട്ട് വരാം. ഫിഷ് ഫ്രൈ സ്റ്റാളുണ്ട്. ഫിഷ് ഫ്രൈ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. എത്രത്തോളം നീറ്റാണെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. സൺസെറ്റ് പോയിന്റിൽ നമ്മളെല്ലാവരും കാത്തിക്കാണ്. കന്യാകുമാരി ബീച്ചിലെ കാഴ്ചകളാണ്. കിടലല്ലേ. സൂര്യൻ അസ്തമിക്കുന്നു. കന്യാകുമാരിയിലെ സൂര്യാസ്തമയമാണ്. കാരണം നിറച്ചും മേഘം മൂടിക്കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊരു കാഴ്ച മാത്രം കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെ പോകുന്ന കാണായിരുന്നു.
സൂര്യാസ്തമയത്തിൻ്റെ കണ്ട മൂടൽ മഞ്ഞ് മേഘങ്ങളൊക്കെ മൂടിയുള്ളതുകൊണ്ട് ആ കടലിന് താഴുന്നത് മാത്രം കാണാൻ പറ്റിയില്ല. ഇഷ്ടംപോലെ ആളുകളാണ്. എപ്പോഴും നമുക്കിത് കറക്റ്റായിട്ട് കിട്ടില്ല.